നോമ്പിന് ഒഴിവാക്കാൻ പറ്റാത്ത എന്നാൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പത്തിരി പണി. അപ്പോൾ ഇന്ന് വളരെ വേഗത്തിൽ നമുക്ക് പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 10 മിനിറ്റിൽ പത്തിരി എന്നൊക്കെ പറയൂലേ, ആ റെസിപ്പിയാണിത്. അപ്പോൾ കുഴക്കും പരത്തൊന്നും ചെയ്യാതെ വേഗത്തിൽ നമുക്ക് എങ്ങനെ പത്തിരി ഉണ്ടാക്കാം. അങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നൈസായിട്ട് പത്തിരി കിട്ടും കേട്ടോ, നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താ നോക്കാം. സാധാരണ നമ്മൾ പത്തിരി വാട്ടാൻ വെള്ളം എടുക്കൂലേ, അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ്, അത് ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ചിരിക്കും. ഞാനിവിടെ 2 ഗ്ലാസ് പൊടിയും പിന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളം അങ്ങനെ എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കിയിട്ട് നമ്മൾ സാധാരണ പത്തിരിൻ്റെ മാവ് ഉണ്ടാക്കൂലേ, അതേപോലെ ഉണ്ടാക്കണം. ഇത് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പത്തിരിയുടെ മാവായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടി നന്നായിട്ട് വെന്ത കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനെ കല്ലുമിട്ടിട്ട് കുഴക്കേണ്ടി വരില്ല. ഇതപ്പോൾ നമ്മൾ പത്തിരിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആണ്. ഇത് നമുക്ക് ഇനി ഒരുപാട് നേരം കുഴക്കേണ്ട കാര്യമില്ല. നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ ഇത് കുക്കറിൻ്റെ മൂടി കൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയം കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇത് പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അടുപ്പത്തിട്ട് കുറിക്കുക കാരണം. അപ്പോൾ ഇനി ഒരുപാട് കുഴക്കണ്ട, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഓരോ ഉണ്ടെടുത്ത് പത്തിരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എണ്ണ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉരുട്ടിയിട്ട് കയ്യുമ്മ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ പത്തിരി പരത്തുമ്പോൾ ഓരോന്നുമേ. അപ്പം ഇതായത് ചെറിയ ചെറിയ ബോൾസ് ആക്കുക. നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കൂലേ, അതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ എല്ലാം ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടൂലേ, ആ കവറാണിത്. ആ കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട്, പരന്നൊരു പാത്രം വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. ഓരോന്നിനും എണ്ണ ആക്കേണ്ട കാര്യമില്ല, നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ എണ്ണ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈസ് പത്തിരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കവർ വെച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ നൈസായിട്ട് കിട്ടും. നമ്മൾ സാധാരണ കവറൊന്നും വെക്കാതെ പരത്തുന്നേക്കാളും നമ്മളൊരു കവർ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ ഇതേപോലെ നൈസായിട്ട് കിട്ടും. അപ്പം ഇനി ഇത് ചട്ടി ചൂടാക്കി അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. പത്തിരി ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പത്തിരി ഇട്ട ഉടനെ ഒരു 5-6 സെക്കൻഡ് ഒരു കളർ മാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പത്തിരി അതേപോലെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഒരുപാടൊന്നും കഷ്ടപ്പെടാതെ തന്നെ നമ്മൾ പത്തിരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പത്തിരി ഉണ്ടാക്കാൻ മടിയില്ലവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി നൈസ് പത്തിരിയാണ്. അപ്പോൾ നല്ല കനമില്ലാത്ത പത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ.